സഹൃദയരെ, അങ്ങനെ നമ്മുടെ അടുത്ത ചലച്ചിത്രവുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ദ ലോസ്റ്റ് ബസ് എന്നാണ് നമ്മുടെ ചലച്ചിത്രത്തിൻ്റെ പേര്, അഥവാ കാണാതായ വാഹനം. അഭിനേതാവ് ആരാണെന്ന് പറയേണ്ട കാര്യമില്ലോ, നമ്മുടെ സ്വന്തം മാത്യുവാണ്. ഞാൻ ട്രെയിലർ പോലും കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ പടം കണ്ടത് നേരെ സിനിമ അങ്ങ് പോയി കണ്ടു. ആപ്പിൾ പ്ലസിലാണ് ഇത് വന്നിട്ടുള്ളത്. വന്നിട്ട് ഏകദേശം 2-3 മാസമായി തോന്നുന്നു. വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു. എന്തായാലും ഒന്നും നോക്കിയില്ല, ട്രെയിലറോ ഒന്നും നോക്കിയില്ല, ഒന്നും നോക്കാതെ കണ്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെ രാത്രി 1 മണിക്ക് എന്തോ ആണ് ഞാനിതിരുന്ന് കാണുന്നത്. കണ്ട് കഴിഞ്ഞ അവസാനം ഇരുന്ന് കരഞ്ഞ്, ദൈവമേ, പറയാതിരിക്കാൻ വയ്യ. അതുമാത്രമല്ല, ഇത് നടന്ന സംഭവമാണ്, റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇനി ആപ്പിൾ TV പ്ലസിനെ കുറിച്ച് പറയേണ്ട കാര്യം, ആപ്പിൾ TV അവിടെ മിണ്ടാതെ ഇരുന്ന ഓമർ ഇതുപോലുള്ള അടാറ് സാധനങ്ങളിങ്ങനെ എപ്പോഴെപ്പോഴായി ഇറക്കിക്കൊണ്ടേയിരിക്കും. ഇവരിറക്കുന്നതെല്ലാം പറയാതിരിക്കാൻ വയ്യ, എല്ലാം മാരകമായ സാധനങ്ങളാണ് ഇറക്കി വരുന്നത് ആപ്പിൾ TV പ്ലസ്. ഇനി നമുക്ക് ചിത്രത്തിലേക്ക് തിരിച്ചു വരാം. ശരിക്കും നടന്നത് 2018 ഒരു ക്യാമ്പ് ഫയർ. അതിൽ നിന്നും രക്ഷപ്പെട്ട ഏതാനും ചില കുട്ടികളുടെ കഥയാണ് പറയുന്നത്. അത് 2018 നടന്നത്. അതിനുശേഷമാണ് ഒരു ബുക്ക് ഇറക്കുന്നത്. 2021 അതിനെ ബേസ് ചെയ്തവർ ബുക്ക് ഇറക്കുന്നത്. അതിനുശേഷമാണ് ഈ സിനിമ വരുന്നത്. അത് 2025 ഈ വർഷം. കാലിഫോർണിയ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമായാണ് ഇതിനെല്ലാവരും പറയുന്നത്. നമ്മുടെ കഥാനായകൻ ഈ സിനിമയിൽ ഒരു സ്കൂൾ ബസ്സിൻ്റെ സാരഥിയാണ്, വലിയൊരു വാഹനത്തിൻ്റെ തന്നെ സാരഥി. അതുകൊണ്ട് തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടാക്കുക, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുക എന്നീ ജോലികളുമായാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിനെ പറ്റിയുള്ള പേഴ്സണൽ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അപ്രതീക്ഷിതമായി അവിടെ മുഴുവൻ തീ പടരുന്നത്. നമ്മുടെ ഈ സാരഥിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു അമ്മയുണ്ട്. ഡിവേഴ്സ്ഡാണ് പുള്ളി. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുമാത്രമല്ല, ഈ തീപിടുത്തം നടക്കുന്ന ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ വീടുമുണ്ട്. അതുകൊണ്ട് അവർ സേഫാണോ, അവർ അവിടെ നിന്നും വെളിയിലിറക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നോക്കണം. അപ്പോഴാണ് ഈ വയർലെസ് വഴി ഇങ്ങനൊരു സന്ദേശം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് മറുപടി കൊടുക്കണം എന്നില്ലായിരുന്നു. ഇതേപോലെ സ്കൂൾ കുട്ടികളെ സേഫായിട്ട് അപകട മേഖലയിൽ നിന്നും പുറത്തെത്തിക്കണം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കർത്തവ്യം. അതുമാത്രമല്ല, ആ പ്രദേശത്ത് നമ്മുടെ ഈ കഥാനായകൻ്റെ സ്കൂൾ ബസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് തന്നെ പോയേ പറ്റൂ. അവസാനം മറ്റൊരു വഴിയുമില്ലാതെ ഇദ്ദേഹം ആ സ്കൂൾ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. അവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിക്കാൻ നോക്കുകയാണ്. പക്ഷേ ഇവർ തീക്കുഴലിൽ പെട്ടു പോവുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുമാത്രവുമല്ല, മുതിർന്നവരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് മൊത്തവും കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരെ കാര്യം നോക്കണം. ഏകദേശം 22 കുട്ടികൾ അടുപ്പിച്ച് എന്തോ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ഒരു ടീച്ചർ കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ റിയൽ ലൈഫിൽ നടന്ന സംഭവത്തിൽ 2 ടീച്ചർമാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമയിൽ രണ്ടാമതൊരു ടീച്ചറിനെ പറ്റി പരാമർശിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊരു ടീച്ചർ മാത്രമേ ഈ സിനിമയിലുള്ളൂ. അങ്ങനെ ഒരു ടീച്ചറുണ്ട് അവർ കൂടി. ആ ടീച്ചറും ഈ ഡ്രൈവറും കൂടെയാണ് ഈ പിള്ളേരെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്. പിള്ളേരെല്ലാം പേടിച്ചാണ്ടിരിക്കുന്നത്. 4 സൈഡും തീ, എന്താ ചെയ്യുക, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായാലും നിലവിളിച്ച് പോവും. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ അതൊന്ന് പുറത്ത് വരുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ കഥ സംസാരിക്കുന്നത്. അത് കാണണം. അത് നമ്മൾ കണ്ടാലേ ഒരു കറക്റ്റ് വ്യക്തമായ ഒരു അതൊരു ഭീകരത മനസ്സിലാവും നമുക്ക്. എനിക്ക് പറയാൻ വാക്കുകൾ ലഭിക്കത്തില്ല. എല്ലാം ലാസ്റ്റ് ഇരുന്ന് കരയുകയായിരുന്നു സിനിമ കണ്ട്. അപ്പോഴും എന്നെ അമ്പരിപ്പിച്ചത് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തു, ഇത് എങ്ങനെ ഒപ്പിച്ചു എന്നതായിരുന്നു. സമ്മതിക്കണം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കറക്റ്റ് നമ്മളെ എങ്ങനെയാണോ ഒരു തീക്കുള്ളിൽപ്പെട്ടാലും അതേ ഒരു അവസ്ഥയായിരുന്നു സിനിമ കാണുമ്പോൾ ഉള്ളത്. അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഭീകരത നമുക്കത് കണ്ടാൽ മനസ്സിലാവും. കഴിവതും എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, യൂട്യൂബിൽ ഇതിൻ്റെ ട്രെയിലറിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ അവിടെ ഏകദേശം അവിടെ ഫൈറ്റ് ചെയ്ത ഫയർ ഫൈറ്റേഴ്സിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് താഴെ അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അത് ഇതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അല്ലാതെയും നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. സിനിമ എല്ലാവരും കാണാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു സിനിമയാണ്, പറയാതിരിക്കാൻ വയ്യ. ഇതിന് അർഹിക്കുന്ന റേറ്റിംഗ് അല്ല കൊടുത്തേക്കുന്നത് പല സ്ഥലങ്ങളിലും. അതെനിക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. വളരെ നല്ലൊരു സിനിമയാണത്. തീർച്ചയായും എല്ലാവരും കാണണം. അപ്പോൾ സഹൃദയരെ, നമുക്ക് വിട പറയാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ക്ഷമാശീലായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും വരാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വളരെ നന്ദി.